മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ്. അഡ്മിഷൻ സ്റ്റാർട്ടഡ് LKG to 9th ആൻഡ് ട്രെൻഡ് പ്രീ സ്കൂൾ, KMO ഇംഗ്ലീഷ് ഹൈസ്കൂൾ, പിലാക്കോട്ടുപാടം, കരുളായി. വനസംരക്ഷണ നിയമത്തിനൊപ്പം ജനസംരക്ഷണ നിയമവും നടപ്പിൽ വരുത്തണമെന്ന് സുന്നി യുവജന സംഘം ജില്ലാ സമിതി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ടാപ്പിംഗ് തൊഴിലാളി ക്ലപ്പറമ്പിൽ ഗഫൂർ അലിയുടെ വീട് സുന്നി യുവജന സംഘം ജില്ലാ സമിതി നേതാക്കൾ സന്ദർശിച്ചു. ജില്ലാ സമിതിയുടെ മുസാഅദ ദുരന്ത സഹായ ഫണ്ടിൽ നിന്നുള്ള സഹായധനം കുടുംബത്തിന് കൈമാറി. വന്യമൃഗശല്യവും മരണങ്ങളും കൂടുന്ന സാഹചര്യത്തിലും വനവകുപ്പിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നും കാര്യക്ഷമമായ നടപടി ഉണ്ടാകുന്നില്ലെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. 2016 മുതൽ 2025 വരെയുള്ള കാലയളവിൽ മാത്രം 185 പേരെ ആനയും കടുവയുമടക്കം കൊന്നിട്ടുണ്ട്. അപകടത്തിൽപ്പെടുന്നത് മുഴുവനും കൂലിപ്പണിക്കാരാണ്. വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന തൊഴിലാളികളുടെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മരണപ്പെട്ടു പോയ കല്ലാമൂലയിലെ ഒരു സഹോദരന്റെ വീട് സന്ദർശിച്ചുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. മലപ്പുറം ജില്ലാ സുന്നി യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മുസാഅദ എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഇത്തരം ദുരിതത്തിൽ ഏർപ്പെടുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ക്ഷേമനിധിയിൽ നിന്നും ഒരു തുക അദ്ദേഹത്തിന് സംഭാവന നൽകുക എന്നതായിരുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അത് ഏൽപ്പിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ദൗത്യം. ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്, കുടുംബത്തിലെ നാഥന്മാരാണ്, അതുപോലെ തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് പലരും ഇങ്ങനെ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൽ സർക്കാരിന്റെ ശ്രദ്ധ കൂടുതൽ പതിയുകയും വനസംരക്ഷണത്തെ പോലെ തന്നെ ജനസംരക്ഷണത്തിനും സർക്കാർ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. 1972 വനസംരക്ഷണ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് രണ്ട് പ്രധാനമായ ലക്ഷ്യത്തോടു കൂടി ആ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയത്. ഒന്ന്, സ്വാഭാവിക വനങ്ങൾ നഷ്ടപ്പെടുക അഥവാ വനങ്ങൾ ഇല്ലാതെയാവുക എന്നത് പ്രതിരോധിക്കുകയും അതോടൊപ്പം തന്നെ കുറ്റിയറ്റു പോകുന്ന, വംശം അറ്റുപോകുന്ന ചില പ്രത്യേക ജീവികളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് നിയമം കൊണ്ടുവന്നത്. പക്ഷെ അതിനുശേഷം നമ്മുടെ നാട്ടിൽ പല സ്ഥിതിവിശേഷങ്ങളും ഉണ്ടായി. ഉദാഹരണമായി സാമൂഹ്യ വനവൽക്കരണം, അതിന്റെ ഭാഗമായി യൂക്കാലി അതുപോലെ തന്നെ തേക്ക് മുതലായി വെച്ചുപിടിപ്പിക്കുന്നതിന് വേണ്ടി സ്വാഭാവിക വനങ്ങൾ പലതും നശിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇവക്ക് യഥാർത്ഥ തീറ്റ കിട്ടാതെ വരികയും വെള്ളം ലഭ്യമാകാതെ വരികയും ചെയ്യുമ്പോൾ ഈ ആവശ്യത്തിന് വേണ്ടി മൃഗങ്ങൾ പുറത്തിറങ്ങുമ്പോഴാണ് പലപ്പോഴും അപകടമുണ്ടായിരുന്നത്. SYS മുസാഅദ ചെയർമാൻ സാബിക് അലി ശിഹാബ് തങ്ങൾ, സംസ്ഥാന ജില്ലാ ജനറൽ സെക്രട്ടറി പുതനാഴി മൊയ്തീൻ ഫൈസി, SYS സംസ്ഥാന സെക്രട്ടറിമാരായ അബ്ദുസമദ് പൂക്കോട്ടൂർ, ഹംസ റഹ്മാനി, സലീം എടക്കര, സുന്നി മഹൽ PRO PK ലത്തീഫ് ഫൈസി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.